ആരാരും ഇല്ലാത്ത കുട്ടിയല്ലേ അമ്മേ, അതിനൊരു ജീവിതം കൊടുക്കണം പറഞ്ഞിട്ട് ഒരു പ്രാന്തിനങ്ങ് ഇറങ്ങിയതാണ് എന്റെ മോൻ. ഇപ്പൊ എല്ലാ മക്കൾക്കും എന്ത് സുഖമാ, ഓണത്തിനും വിഷുവിനും പോകുന്നു വരുന്നു കാണുന്നൊക്കെ കാണുമ്പോ മോള് വിചാരിച്ചു, അത് അമ്മയ്ക്കും മനസ്സിലായി, അത് ഞാൻ കൊണ്ടുവന്നു കുടിച്ചോ. സിനിമ പുതിയ സിനിമയാ, നമ്മളന്ന് തിയേറ്ററിൽ പോയി കണ്ടില്ലേ? സോപ്പ് എവിടെ വെച്ച്? മോളെന്താ തരുന്ന? അമ്മേ, ഞാൻ സോപ്പ് നോക്കുമായിരുന്നു, ഒരു കുഞ്ഞു കഷ്ണം അവിടെയുള്ളേ. അമ്മ സോപ്പ് എവിടെയാ വെച്ചേ? സോപ്പ് എന്തിനാ മോളെ? കല്ലിൽ അലക്കാനോ? ഇപ്പൊ ആരെങ്കിലും കല്ലിൽ അലക്കലുണ്ടോ? മെഷീനിൽ അലക്ക്. അതിന് കറണ്ട് ഇല്ലല്ലോ അമ്മേ, തുണികളാണെങ്കിൽ കുറേ ഉണ്ട്, ഞാനൊന്ന് അലക്കട്ടെ. അതെ, ഒരു ദിവസം അലക്കിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഇന്ന് കറണ്ട് വരില്ല, അത്ര എന്ത് മരം വീഴുന്ന എന്തൊക്കെ പണിയാണെന്നൊക്കെ പറയുന്നത് കണ്ടു. നീ ഇനി അടുത്ത് അവിടെ ഇടുന്ന നാളെ നമുക്ക് അലക്കാം. അതൊന്നും സാരില്ലമ്മേ, ഞാൻ കല്ലിൽ അലക്കിക്കോളാം. ഇനിയിപ്പോ നാളെ കറണ്ട് വരുന്നത് വരെ കാത്തിരിക്കാനാ? നിന്റെ അടുത്ത് വേണ്ടെന്നല്ലേ പറഞ്ഞേ? അവിടെ നല്ല വെയിലാ, കുറച്ചു നേരം അവിടെ ഒന്ന് ക്ഷീണിച്ചു പോകും. പിന്നെ സോപ്പ് ആണെങ്കിലോ അത് തട്ടിക്കഴിഞ്ഞിട്ട് കയ്യും പൊള്ളു. അന്ന് കണ്ടില്ലേ പൊള്ളിയത്? നീ ഇങ്ങോട്ട് കയറുവാ, വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കാണ്ട്. ഈ അമ്മ ഒരു പണിയെടുക്കാനും സമ്മതിക്കില്ല. വീട്ടിലെ എന്റെ അമ്മ എങ്ങനെയാണോ അതേപോലെ തന്നെ. ഇനിയിപ്പൊ അലക്കിയിട്ട് എനിക്ക് വഴക്ക് കേൾക്കാനാകില്ല. നാളെ മെഷീനിലിടാം. എന്നാ മോളെ ജ്യൂസ്, നല്ല ചൂടല്ലേ, ഞാനൊരു ഗ്ലാസ് കുടിച്ചു, ഇത് നീയും കുടിച്ചോ. ഞാനിപ്പോ വിചാരിച്ചേ ഉള്ളൂ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കിട്ടിയാൽ നന്നായിന്ന്. ആ, മോള് വിചാരിച്ചു, അത് അമ്മയ്ക്കും മനസ്സിലായി, അത് ഞാൻ കൊണ്ടുവന്നു കുടിച്ചോ. സിനിമ പുതിയ സിനിമയാ, നമ്മളന്ന് തിയേറ്ററിൽ പോയി കണ്ടില്ലേ? ആ, ഓ അത് ശരി. അതിപ്പോ ടിവിയിൽ വന്നു എത്രയും പെട്ടെന്ന്. അതിന്റെ വെള്ളം എന്തൊക്കെ കാണുമ്പോഴേ ബോട്ടിലിരിക്കാൻ തോന്നുന്നു നമുക്ക്. ബോട്ടിൽ അല്ലേ, ബോട്ട് നോക്ക് പോകുന്നത് കടലിൽ കൂടെ. ചേട്ടൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അതെ, എങ്ങനെയൊക്കെ പോയതേ കിട്ടുള്ളൂ. അന്ന് പോയപ്പോ എന്ത് സുഖമായിരുന്നല്ലേ കൊച്ചിയില്. എന്റെ അമ്മോ, ഒരു അനുഭവം തന്നെ ആയിരുന്നു അല്ലേ. വെള്ളത്തിൽ കൂടെ എത്ര 1-2 മണിക്കൂർ പോയില്ലേ മോളെ. ഇനി നമുക്ക് എന്തായാലും പോകണം അവർക്ക്. അമ്മ, ഞാന് ചോറ് കഴിച്ചപ്പോ അറിയാണ്ട് ആ പ്ലേറ്റ് നിറയെ ചോറെടുത്ത് വാരി വാരി കാണാത്തപ്പോൾ തിന്നുമ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇപ്പൊ വന്ന് മയങ്ങുന്നുള്ളത്. എന്തെല്ലാം പണിയടി അവിടെ കിടക്കുന്നത്. അവിടെ ആര് ചെയ്യുന്നു പറയട്ടാ? നിന്റെ വീടിന് ആരെയും വിട്ടിട്ടുണ്ടോ പണിക്ക് ഇവിടെ? അമ്മ, ഇന്ന് ഞാൻ 4:30 എഴുന്നേറ്റിട്ട് ഓരോരോ പണിയെടുക്കാൻ തുടങ്ങിയതല്ലേ, ഒരു സെക്കൻഡ് ഇരുന്നിട്ടില്ല. ആ ക്ഷീണത്തിൽ വന്ന് കിടന്നത്, അറിയാണ്ട് ഉറങ്ങിപ്പോയി. എന്ത് ക്ഷീണം? ചോറ് തോനെ വാരത്തുന്നതിന്റെ ക്ഷീണം, അല്ലാണ്ട് എനിക്ക് വേറെ ഒരു ക്ഷീണവും ഇല്ല. എത്ര തുണികളോട് അലക്കാൻ കിടക്കുന്നത്. എന്നിട്ട് എങ്ങനെ എനിക്കിവിടെ ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നത്? പോയി അലക്കടി വീട്ടി. അമ്മ, അതിന് കറണ്ട് ഇല്ലല്ലോ, ഒന്ന് കറണ്ട് വരട്ടെ, എന്നിട്ട് ഞാൻ അലക്കിക്കോളാം. കറണ്ട് വന്ന് നീ എന്തിനടി അലക്കുന്നത്? അത് മെഷീൻ അലക്കില്ലേ? മേലെ നീ പണിയെടുക്കടി പോയിട്ട്. അപ്പൊ മെഷീനിൽ അലക്കാലേ പറ്റുള്ളൂ. അവളുടെ വീട്ടിലൊക്കെ മെഷീനാണല്ലോ, നിരത്തിയിട്ടേക്കല്ലേ 5-6 എണ്ണം. ഒരു ഗതിയിലും വിജയത്തിന് ഒരു കുറവും ഇല്ല. ഇത്രയും തുണികളോട് വെച്ചിട്ടേ നീ എന്ത് അലക്കാൻ വേണ്ടി വന്നതാ? ഇന്നാ ഇതുകൂടി അങ്ങ് അലക്ക്. ഇതിപ്പോ തന്നെ ഇഷ്ടം പോലെ ഉണ്ടമ്മേ, അത് ഞാൻ മെഷീനിലിടാൻ വേണ്ടി മാറ്റി വെച്ചതാ. കറണ്ട് ചാർജ് നിന്റെ ആങ്ങളൊന്നും കൊടുക്കൊന്നുമില്ലല്ലോ, ഞങ്ങൾ തന്നെ കൊടുക്കണ്ടേ? നല്ലോണം കല്ല് അലക്ക്. വെട്ടുപിഴുകി ഇഷ്ടം പോലെ തിന്നുന്നുണ്ടല്ലോ. അമ്മ പോയിക്കോ, ഞാൻ അലക്കിക്കോളാം. ഇനി കുറച്ചും കൂടി ഉണ്ട് തുണികള്. ആ ബെഡ്ഷീറ്റുകളൊന്നും അലക്കിയിട്ടില്ല. മെഷീനിലിട്ടാലേ അതൊന്നും വൃത്തിയാകില്ല. കല്ലിൽ നല്ലോണം അടിച്ചടിച്ച് അലക്ക്. ഞാനിപ്പോ എടുത്തിട്ട് വരാം. നീ കൊറേ സമയം അടുക്കളയിൽ വന്നിട്ട് ഇനിയും ചായക്കുള്ള ഉപ്പുമാവായിട്ടില്ല. പക്ഷെ വിശന്നിട്ട് വയ്യ. അമ്മ, ഇതിപ്പോ റെഡിയാക്കാം. ക്യാരറ്റ് ഇടുന്നത് അമ്മ ഇപ്പഴല്ലേ പറഞ്ഞു, വേഗം കുറച്ച് സമയം എടുക്കും. എന്താടി ഇത്? നിന്റെ വീട്ടിൽ വെക്കൽ തിന്നലൊന്നും ഇല്ലേ? ഉപ്പുമാവിന് ടേസ്റ്റ് വേണമെങ്കിൽ ഇതൊക്കെ ഇടണം. കേബേജ് മുറിച്ചാച്ചോ രാത്രിത്തേക്ക്?
അതാ മുറിച്ചിട്ടുണ്ടമ്മേ, ഇത് കഴിഞ്ഞിട്ടാക്കാം. വേഗം ആക്ക്. ഉറക്കുന്നതും കൊണ്ട് പണിയെടുക്കണ്ട. ഓ, പ്രായമുള്ളവരെ കഴിച്ച് മെച്ച. എന്ത് പെണ്ണാണത്? തിന്നാൻ ഒരു കുറവും ഇല്ല അവൾക്ക്. ഓ, കുറെ സമയമായാലും അവിടെ ഇറങ്ങിയിട്ട്. പിന്നെ ആ ഉണങ്ങാണ്ട് തുണികളൊക്കെ മടക്കി വെച്ചു നീ? ഇല്ലമ്മേ, മടക്കി വെച്ചിട്ടില്ല, ഞാൻ ചെയ്യാം. വെയിലുണ്ട്, തുണികൾ മുഴുവൻ നരച്ചു പോകണ്ട. എല്ലായിടത്തും മടക്കി വെക്കി. പിന്നെ നീ ഉപ്മാവ് കഴിച്ചോ? ഇല്ലമ്മേ, മുറ്റൊന്ന് അടിച്ചു കഴിയട്ടെ, എന്നിട്ട് കഴിക്കാം. അയ്യോ, തിരക്കൂടി നീ ഇപ്പൊ കഴിക്കാൻ പറ്റണ്ട. റൂമുകളൊക്കെ നല്ലോണം ഒന്ന് തുടക്കി. എന്നിട്ട് ഞങ്ങൾ കഴിച്ചു വെച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകു. എന്ന ശേഷം പതുക്കെ ഇരുന്ന് കഴിച്ചാൽ മതി, പണിയൊക്കെ കഴിഞ്ഞിട്ട്. അമ്മ, ഞാൻ രാവിലെ തുടച്ചതാ. ഒന്നും കൂടി തുടച്ചാലേ നിലത്തിന് വേദനയ്ക്കൊന്നുമില്ല. നല്ലോണം നമർത്തി തുടച്ചോ. പണിയെടുക്കാൻ വയ്യണ്ട്. ആ എന്നിട്ട് എപ്പോഴാ ഡേറ്റ് തീരുമാനിച്ചത്? ഓ, അവളൊക്കെ ഇവിടെ ഉണ്ട്, അവിടെ ഇരുന്ന് ചായ കുടിക്കുക. എനിക്ക് തോന്നുന്നില്ല വരുന്നുള്ളത്. എന്താ ഇങ്ങോട്ട് പോകണം എന്തൊക്കെയോ പറയുന്ന കണ്ടു. ഇങ്ങോട്ട് വരാനാ? ആ ആ ആ എന്നാ വന്നോ. ശരി എന്നാ, ശരി ശരി. ആരാമേ വിളിച്ചേ? അപർണയാ? ഓ, അപർണയൊക്കെ തന്നെ. പിന്നെ നിന്നെ വിളിച്ചപ്പോ നീ പോകാൻ പറഞ്ഞോ അവളുടെ എൻഗേജ്മെന്റിന്? ആ, എന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ പറഞ്ഞു പോകാന്ന്. നീ ആരോട് ചോദിച്ചിട്ടടി അങ്ങോട്ട് പോകാന്ന് പറഞ്ഞത്? നിന്നെപ്പോലുള്ള അലവലാദികളൊക്കെ കേറി ചെല്ലാനുള്ള വീടല്ല അത്. എന്റെ അനിയത്തിന്റെ വീടാ അത്. നിന്നെ കൂട്ടിട്ട് പോയിട്ടേ ഞങ്ങൾ നാണം കെടുത്താനാ? ഞങ്ങൾ ഇന്നലെ അന്തസ്സുള്ള തറവാട്ടുകാരാ. അമ്മ, എന്നെ രാവിലെ ഫോൺ ചെയ്തിട്ട് വരണം, ഉറപ്പായിട്ടും വരണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഞാൻ പോകുന്നില്ല. പോകുന്നില്ല എന്നല്ല, നീ പോകരുത്. പിന്നെ നാളെ ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരികയാണത്രേ. നീ ഒരു കാര്യം ചെയ്, നിന്റെ ആങ്ങളെ വിളിച്ചിട്ട് നീ പൊയ്ക്കൊന്ന്. അപ്പൊ എനിക്ക് അവരോട് പറയാലോ അവൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നുള്ളത്. അമ്മ, ഞാൻ എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നില്ല. അമ്മയ്ക്ക് അറിയുന്നല്ലേ അവന്റെ സ്വഭാവം. എൻഗേജ്മെന്റിന് പോണ്ടെങ്കിൽ പോണ്ടെന്നല്ലേ ഉള്ളൂ. ഞാൻ അപർണയോട് പറഞ്ഞോളാം നാളെ വരുമ്പോ ഞാൻ വരുന്നില്ല, വേറെ എന്തെങ്കിലും ഒരു കാരണം പറയാം, ഞാൻ ഇവിടെ നിക്കാം. നല്ല കുടുംബം. ആകെപ്പഴുള്ള ഒരു ആങ്ങളില്ല. അവനും നിന്നെ വേണ്ട. അച്ഛനും അമ്മയും പണ്ടേ പോയല്ലോ. എന്ത് ഗതികേട്ടനാണാവോ എന്റെ മോൻ ഇങ്ങനത്തെ ഒന്നിനെ കൊണ്ടുവരാൻ തോന്നിയത്. ആലോചിച്ചൊരു പിടുത്തം കിട്ടുന്നില്ല എനിക്ക്. ആരാരും ഇല്ലാത്ത കുട്ടിയല്ലേ അമ്മേ, അതിലൊരു ജീവിതം കൊടുക്കണം പറഞ്ഞിട്ട് ഒരു പ്രാന്തിനങ്ങ് ഇറങ്ങിയതാണ് എന്റെ മോൻ. ഇപ്പൊ എല്ലാ മക്കൾക്കും എന്ത് സുഖമാ. ഓണത്തിനും വിഷുവിനും പോകുന്നു വരുന്നു കാണുന്നൊക്കെ കാണുമ്പോ എനിക്ക് ആകെപ്പാട് എന്തോ ആകുന്നു. എന്റെ മോൻ എവിടെയും പോകാനും വഴിയില്ല, വരാനും വഴിയില്ല. ഇവിടെ ഒരു ആങ്ങളയുണ്ട്, അവർ അതിലൊരു മുന്നൊക്കെയും കുരുത്തക്കെട്ടത്. ഇനി പ്രസവമൊക്കെ ആവുമ്പോഴോ നാട്ടിലെല്ലാ പെമ്പിള്ളാരും 7 മാസം ആകുമ്പോഴേക്കും എൻ്റെ അമ്മ വന്ന് കൂട്ടിയിട്ട് പോകും. നിന്നെ ആര് കൂട്ടിയിട്ട് പോകും? ഓ, ഇനിയിപ്പൊ അതും കൂടി എന്റെ തലയിലേക്ക് ആകുമല്ലോ ദൈവമേ, എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. നീ കുടുംബക്കാര് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് നാളെ പോകാൻ? ഇല്ലമ്മേ, ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛനും അമ്മയും പോയതോടെ ആരും അങ്ങനെ വരലൊന്നും. എനിക്ക് അവിടെ ഒന്നും പോയി നിൽക്കാൻ പറ്റില്ല. നന്നായി. ബന്ധവുമില്ല, സ്വന്തവുമില്ല, ആരുമില്ല. ഇരുന്ന് മോങ്ങാണ്ടേ വന്ന ഈ പാത്രങ്ങൾ മുഴുവനും കഴുകു. നിന്റെ ആങ്ങളുടെ അടുത്തിന് കഴിക്കോ 2 ദിവസം എന്തെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെയും അവിടെ പിടിച്ചു നിൽക്ക്. ചെലവിന് വേണമെങ്കിൽ പൈസ ഞാൻ തന്നുവിടാം. ഇവിടെ ഒഴിഞ്ഞു കിട്ടിയാൽ മതി. ഇനി എപ്പോഴാ ലീവ് ഉള്ളേ? ആ, സുഖന്നെ, സുഖമായിട്ടിരിക്കുന്നു. ഏത് നമ്പറാ? ആണോ? ഞാനിപ്പോൾ എടുത്തരാം, ഒന്ന് ഹോൾഡ് ചെയ്യണേ.
എടി, നീ എന്താ ചെയ്യുന്നത്? പാലെടുത്ത് വെച്ചിട്ട് പാല് മുഴുവനും പൊങ്ങിപ്പോവില്ലേ? അയ്യോ അമ്മ, ആ കാര്യം ഞാൻ മറന്നുപോയി. അമ്മ ഓഫാക്കിയോ? ഇല്ല, ഓഫാക്കിയില്ല. പാല് തിളച്ച് പൊങ്ങിപ്പോകുന്നതേ നോക്കി ആസ്വദിച്ചിങ്ങനെ നിൽക്കുക ഇത്ര നേരം അവിടെ. നീ എന്താ കെട്ടിലമ്മ ഇവിടെ വന്നിരിക്കുന്നത്? അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അത് അമ്മ, അവൻ വിളിച്ചിട്ടുണ്ടെങ്കിലേ നിന്നെ ഞാൻ എൻഗേജ്മെന്റ് വരണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കാര്യം മാത്രം അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം നീ മനസ്സിലാക്കും. എന്നെ എന്റെ മോനെയും കൂടി തെറ്റിക്കാൻ വല്ല വഴിയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നിന്റെ ആങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഹലോ, നീയോ? ഇതെന്താ ഒന്നും പറയാതെ വന്നിരിക്കുന്നത്? എന്തിനു പറയാനമ്മേ, നിങ്ങളൊക്കെ ഒന്ന് കാണണം തോന്നി, അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഏട്ടനെത്തിയോ? പറയാതെ. ഓ, അപ്പൊ നിന്റെ പണിയാണല്ലേ. നീ എന്ത് പറഞ്ഞു കൊടുത്തിട്ടാ എന്റെ മോനെ പോണിന്ന് നേരം വിളിക്കുമ്പോഴേക്കും ഇവിടെ എത്തിച്ചത്? അവളൊന്നും പറഞ്ഞു തന്നിട്ടില്ല, പറഞ്ഞത് മുഴുവൻ അമ്മയാ. ഞാനോ? അതിന് ഞാൻ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞത് മുഴുവൻ ഞാൻ ഫോണിലൂടെ കേട്ടു. എന്തമ്മേ, അവള് എൻഗേജ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താ കുഴപ്പമുള്ളത്? അവൾ എന്തെങ്കിലും അവളുടെ ആങ്ങളേനെ വീട്ടിൽ ചെന്ന് നിൽക്കാറുണ്ടോ? ഇല്ലല്ലോ. അമ്മയ്ക്ക് അറിയുന്നില്ല അവന്റെ സ്വഭാവം. പിന്നെ എന്തിനാണ് ഇവള് തള്ളി അങ്ങോട്ട് പറഞ്ഞു വിടാൻ നിൽക്കുന്നത്? ഞാനോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ ഭാര്യ തന്നെയാണ് പറഞ്ഞത് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല, എന്റെ ആങ്ങളുടെ പോയി കുറച്ചു ദിവസം നിൽക്കണം എന്നുള്ളത്. നീ അവളോട് ചോദിച്ചു നോക്ക്. അല്ലേ, നീ അല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇന്നലെ ഫോൺ ചെയ്തപ്പോഴേ ഈ പറയുന്നല്ലോ പറഞ്ഞു കേട്ടത്. അവൻ ഞാൻ എന്റെ ഭാര്യനെ ഇവിടെ വിട്ടിട്ടേ അത്രയും ദൂരെ ചെന്ന് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ല. എനിക്കറിയാം ഇവൾ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാൻ. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അമ്മയും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഫ്ലാറ്റ് എടുത്തിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഞാൻ ഇവളോട് നിർത്തിയതിനാന്നറിയോ? അമ്മയ്ക്കൊരു കൂട്ടായില്ലേ, അമ്മയ്ക്ക് വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അമ്മേനെ വിളിച്ചിട്ട് അമ്മ എന്തായാലും ഈ വീട്ടിൽ അങ്ങോട്ട് വരാൻ റെഡിയല്ല. പിന്നെ എന്തിനാണ് ഇവളിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇവളെ എന്ത് ദ്രോഹിച്ചെന്ന് നീ പറയുന്നത്? ആരുമില്ല, അച്ഛനുമില്ല, അമ്മയില്ല, സ്വന്തമില്ല, ബന്ധവുമില്ല, ഒരു രൂപന്റെ ഉപകാരവും ഇല്ല. അങ്ങനെയുള്ളൊരു പെണ്ണിന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും വലിയൊരു വീട്ടിലുള്ള കൊച്ചമ്മയായിട്ട് വാഴുന്നതും പോരാ, നീ പൂണിലേക്കും കൊണ്ടുപോകണം. അല്ലെങ്കിൽ എനിക്ക് ഇവളെയും കൂട്ടുവന്ന നാണക്കേട് തന്നെയാ. എന്റെ കുടുംബത്തിലുള്ളവരൊക്കെ വലിയ വലിയ തറവാടുന്ന ഓരോ പെൺകുട്ടികളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവള് ഏത് തറവാട്ടിലെ പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകുക അവിടെ? എന്റെ ഭാര്യ അമ്മയ്ക്ക് അത്രയ്ക്ക് വലിയ നാണക്കേടാണെങ്കിലേ പിന്നെ എന്തിനാണ് അവളെങ്ങനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? അമ്മയ്ക്ക് പറഞ്ഞു വിട്ടോ എന്റെ കൂടെ, ഞാൻ കൂട്ടിക്കൊണ്ടുപോകല്ലോ. അപ്പൊ ഈ വീട്ടിൽ പണിയെടുക്കാൻ ആള് വേണ്ട? ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നതേ നേരെ കറങ്ങാൻ പൂനെയിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ പണിക്ക് ആള് വേണം, അതിന് തന്നെയാ കൊണ്ടുവന്നത്. ഞാൻ അമ്മേന്റെ മോനല്ലേ? എന്റെ ഭാര്യയാണോ അമ്മ ഇവിടുത്തെ വേലക്കാരായിട്ട് വെച്ചിരിക്കുന്നത്? അപ്പൊ അമ്മ എന്നെ എങ്ങനെയാ കാണുന്നത്? ഇവിടുത്തെ പണിക്കാരനായിട്ടോ? ഞാൻ ഇവിടെ വിട്ടിട്ട് പോകുമ്പോഴേ എന്റെ മനസ്സിൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അച്ഛനമ്മ ഇല്ലാത്ത കുട്ടിയല്ലേ. അപ്പൊ അമ്മേന്റെ വാത്സല്യവും സ്നേഹമൊക്കെ അവൾക്ക് കിട്ടുന്നു. എന്റെ ഭാര്യ ആയതുകൊണ്ടേ അവളെ വലിയ സംഭവമാക്കി കാണണമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ സ്വന്തം മോന്റെ ഭാര്യ എന്നുള്ളൊരു പരിഗണന അത് അമ്മയ്ക്ക് അവൾക്ക് കൊടുത്തൂടെ? അവൾക്ക് ചോദിക്കാനും പറയാനും ആരില്ല എന്നുള്ള വിചാരത്തിലാണ് അമ്മ ഇത് ചെയ്യുന്നെങ്കിലേ ആ വിചാരം വേണ്ട. അവളുടെ അമ്മയായിട്ടും അച്ഛനായിട്ടും ഞാനിവിടെ ഉണ്ട്. അവൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും ചോദിക്കാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ഇവിടെ എത്താനും. മതി ഇവിടുത്തെ പൊറുതി. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലേ അമ്മ ഏതെങ്കിലും തറവാട്ട് പറഞ്ഞ ആരെങ്കിലും ഇവിടെ കൊണ്ട് നിർത്ത് സഹായത്തിന്. ഞാൻ എൻ്റെ ഭാര്യനെയും കൊണ്ട് തിരിച്ചു പോവുക. അതിനാണ് ഇത്രയും നേരത്തെ ഇങ്ങോട്ട് വന്നത്. നീ പോയിട്ടെ റെഡിയാവ്, നിന്റെ എടുക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തോ, നമുക്കിപ്പോൾ തന്നെ പോവാം.